നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാലക്കാട് ജില്ലയിലെ നിലവിലെ 2 നിയമസഭാ സീറ്റുകളിൽ CPI സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. ഇക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടാൻ തീരുമാനമില്ലെന്നും സുമലത മോഹൻദാസ്. CPIഎമ്മും CPIയും ഒറ്റ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. CPIയെ സേവ് ചെയ്യാൻ പാർട്ടിക്ക് അറിയാമെന്നും പുറത്തുനിന്നൊരു സേവ് CPIയുടെ ആവശ്യമില്ലെന്നും CPI ജില്ലാ സെക്രട്ടറി. പാലക്കാട് ജില്ലയിൽ UDF ബഹുഭൂരിപക്ഷം അസംബ്ലി സീറ്റുകളും കരസ്ഥമാക്കി ചരിത്ര വിജയത്തിലെത്തുമെന്ന് പാലക്കാട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ A. തങ്കപ്പൻ. പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ NFPയുടെ പ്രതിഷേധ സമരം. സേവന മേഖലകളിൽ ലാഭനഷ്ടങ്ങൾ നോക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ താൽപ്പര്യം കോർപ്പറേറ്റ് വൽക്കരണമാണെന്ന് A. പ്രഭാകരൻ MLA. പ്രതിരോധ മേഖലയെയും ആശയവിനിമയ മേഖലയെയും സ്വകാര്യവൽക്കരിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും MLA. പാലക്കാടിൻ്റെ വാർത്താവിശേഷവും സാംസ്കാരിക വൈഭവം ഉൾക്കൊണ്ട് ജില്ലയിൽ ആകാശവാണിയുടെ FM സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ. രാജ്യത്തെ പുതുതായി 91 FM സ്റ്റേഷനുകൾ അനുവദിച്ചപ്പോഴും 12 വർഷം മുൻപ് അംഗീകാരം ലഭിച്ച പാലക്കാട് FMന് അനുമതി നൽകിയില്ലെന്നും KRLA പ്രസിഡന്റ് മുരളീധരൻ B. ചേരാമംഗലം. വിനോദത്തിനും വിജ്ഞാനത്തിനും ഇന്നും ഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നത് റേഡിയോ ആണെന്നും മുരളീധരൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാലക്കാട് ജില്ലയിലെ നിലവിലെ 2 നിയമസഭാ സീറ്റുകളിൽ CPI സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. ഇക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും അവർ പറഞ്ഞു. സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടാനും തീരുമാനമില്ലെന്നും ജില്ലയിൽ CPIഎമ്മും CPIയും ഒറ്റ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നും സുമലത മോഹൻദാസ് ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പട്ടാമ്പിയിൽ നിലവിലെ MLA തന്നെ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ആരാണ് മത്സരിക്കുക എന്ന ചർച്ച നടത്തിയിട്ടില്ല. തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ട്. ജില്ലയിൽ CPIഎമ്മും CPIയും ഒറ്റ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നതെന്നും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലും ജയിച്ചു വരുന്ന കാഴ്ചയാണ് ഉണ്ടാവുകയെന്നും സുമലത മോഹൻദാസ് പറഞ്ഞു. ഒരുപാട് പേര് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തിരിച്ചു വന്നവരാണ്. സ്വയമായി എഴുതി കൊടുത്തുകൊണ്ട് ഞങ്ങളെ ഈ പാർട്ടിയിലേക്ക് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുള്ള തെറ്റുകളെ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജില്ലയിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അതെ അതെ ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടില്ല. പല വാർഡുകളിലും പല പാർട്ടികളുമായി കൂടിച്ചേർന്നുകൊണ്ട് CPI മത്സരിക്കുന്നതിനുള്ള ഒരു തെറ്റായ പ്രചരണം നടത്തി പരാജയപ്പെടുകയും ചെയ്തു. മറ്റൊന്ന്, നമ്മുടെ ജില്ലകൾക്കാണ് CPIയും CPIഎമ്മും വെവ്വേറെ മത്സരിക്കുന്ന സാഹചര്യം പല പഞ്ചായത്തുകളിലും പല പത്രപ്രസ്താവനയിലും കൃത്യമായി മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കൂടി അപേക്ഷിക്കുന്നു. വളരെ ഐക്യത്തില്, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് ജില്ലാ LDF യോഗം കൂടി ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ഐക്യത്തിലാണ് 12 മണ്ഡലത്തിലും വിജയിക്കണമെന്നുള്ള ഒരു വലിയ ഉറച്ച വിശ്വാസത്തോടെ ഐക്യം എന്നുള്ളത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഐക്യക്കുറവൊന്നും. CPIയെ സേവ് ചെയ്യാൻ CPIക്ക് അറിയാം. അതിനെ പുറത്തുനിന്നൊരു സേവ് CPIയുടെ ആവശ്യമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ കഥ കഴിഞ്ഞു. ഒരു സീറ്റിൽ പോലും ജയിക്കാനായില്ല. പലരും പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും പുറത്തു നിൽക്കുന്ന എല്ലാവരും CPIയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഉണ്ടാവുകയെന്നും സുമലത മോഹൻദാസ് പറഞ്ഞു. ഒറ്റപ്പാലത്തെ വാർത്താ സമ്മേളനത്തിൽ സുമലത മോഹൻദാസിനൊപ്പം മണ്ഡലം സെക്രട്ടറി P. വിജയകുമാർ, A. പ്രഭാവതി, K. പാറുക്കുട്ടി, PM ദേവദാസ്, R. അനിൽകുമാർ, EK സുഭാഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയിൽ UDF ബഹുഭൂരിപക്ഷം അസംബ്ലി സീറ്റുകളും കരസ്ഥമാക്കി ചരിത്ര വിജയത്തിലേക്ക് എത്തുമെന്ന് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് A. തങ്കപ്പൻ പറഞ്ഞു. പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രമേശ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, UDF ജില്ലാ കൺവീനർ P. ബാലഗോപാൽ, DCC സെക്രട്ടറി C. ബാലൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV. സതീഷ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്, K. ഭവദാസ്, ഹരിദാസ് മച്ചിങ്ങൽ, D. ഷജിത് കുമാർ, പ്രബുൽ കുമാർ, ബോബൻ മാട്ടുമന്ത, K. ബൽറാം, ആഷിഖ് H. ഉമ്മർ ഫാറൂഖ്, ഹക്കീം പുത്തൂർ, നഗരസഭാ കൗൺസിലർമാരായ ഷെരീഫ് റഹ്മാൻ, ഷിഹാബുദ്ദീൻ, സബീന, ഷൈനി ഷിജിത്ത്, പ്രിയ വെങ്കടേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ നഗരസഭാ അംഗങ്ങളെയും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
സേവന മേഖലകളിൽ ലാഭനഷ്ടങ്ങൾ നോക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ താൽപ്പര്യം കോർപ്പറേറ്റ് വൽക്കരണമാണെന്ന് എ. പ്രഭാകരൻ MLA. പ്രതിരോധ മേഖലയെയും ആശയവിനിമയ മേഖലയെയും സ്വകാര്യവൽക്കരിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും MLA പറഞ്ഞു. പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ NFP പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ കോർപ്പറേറ്റ് ശക്തികൾക്ക് വേണ്ടിയുള്ള തീരെഴുതലിൻ്റെ ഭാഗമാണ് രാജ്യത്തെ സ്വകാര്യവൽക്കരണം. ലക്ഷങ്ങൾ നഷ്ടമാകുമ്പോഴേക്കും സ്വകാര്യവൽക്കരണത്തിനും വിൽപ്പനയ്ക്കും തയ്യാറാകുന്ന കേന്ദ്ര സർക്കാരാണ് കുത്തക ഭീമന്മാരുടെ സഹസ്ര കോടികൾ എഴുതി തള്ളിയത്. വ്യക്തി സ്വാതന്ത്ര്യം ഹരിക്കപ്പെടുന്നതിനേക്കാൾ രാജ്യവിരുദ്ധ താൽപ്പര്യങ്ങൾ നടക്കാനിടയുള്ളതാണ് ആശയവിനിമയ മേഖലയിലെ സ്വകാര്യവൽക്കരണം. ഓരോ മേഖലയും സ്വകാര്യവൽക്കരിക്കുന്നതോടെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഇല്ലാതാകുന്നത്. സ്വകാര്യവൽക്കരണത്തിനും അടച്ചുപൂട്ടലിനും വേണ്ടി വാദിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരും അതിന്റെ ദൂഷ്യവശങ്ങൾ മനഃപൂർവ്വം മറച്ചുപിടിക്കുകയാണെന്നും MLA ആരോപിച്ചു. സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ലാഭത്തിലാക്കാൻ പറ്റും. വല്ല പ്രോഫിറ്റ് ബിസിനസ്സാണോ സർക്കാർ? അല്ലല്ലോ. ചില മേഖലയിൽ കുറച്ച് ലാഭം ഉണ്ടാവും, ചില മേഖലയിൽ കുറച്ച് നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം സഹിക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത് ഇവരുടെ ആരുടെയും കുടുംബത്തിൽ നിന്ന് എടുത്തിട്ടല്ലല്ലോ. ജനങ്ങൾ നൽകുന്ന നികുതിപ്പണം, ആ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് പാവ അടിത്തട്ടിൽ കിടക്കുന്നവർക്ക് കൂടി സേവനം നൽകുക എന്ന ബാധ്യത സർക്കാരിന്റെ ബാധ്യതയല്ല. ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് ഈ സംവിധാനം ചെയ്യാൻ പറ്റും. ഇപ്പോ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നാഷണൽ സേവിങ്സ് പോസ്റ്റ് ഓഫീസിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി അവരുടെ വിശ്വാസത്തോടു കൂടിയിട്ടാണ് അവരെ നിശ്ചയിക്കുക. അതടക്കം സ്വകാര്യ മുതലാളിമാർക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായാൽ NFP പ്രസിഡന്റ് സുഗതൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി P. ശിവദാസ്, സെക്രട്ടറി ആഷിഫ്, വിവിധ സംഘടനാ ഭാരവാഹികളായ PR പരമേശ്വരൻ, V. മുരുകൻ, മധു, TC പരമേശ്വരൻ, വിജയഗോപാലൻ, സുരേഷ് ബാബു എന്നിവർ ഐക്യദാർഢ്യം അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാടിൻ്റെ വാർത്താവിശേഷവും സാംസ്കാരിക വൈഭവവും ഉൾക്കൊണ്ട് ജില്ലയിൽ ആകാശവാണിയുടെ FM സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ. രാജ്യത്തെ പുതുതായി 91 FM സ്റ്റേഷനുകൾ അനുവദിച്ചപ്പോഴും 12 വർഷം മുൻപേ അംഗീകാരം ലഭിച്ച പാലക്കാട് FMന് അനുമതി നൽകിയില്ലെന്നും KRLA പ്രസിഡന്റ് മുരളീധരൻ B. ചേരാമംഗലം പറഞ്ഞു. വിനോദത്തിനും വിജ്ഞാനത്തിനും ഇന്നും ഭൂരിപക്ഷം പേരും ആശ്രയിക്കുന്നത് റേഡിയോ തന്നെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധവും അധികാര കൈമാറ്റവും ഉൾപ്പെടെ ചരിത്രപരമായ തീരുമാനങ്ങൾ ജനങ്ങളറിഞ്ഞത് റേഡിയോയിലൂടെയാണ്. ദുരന്ത സമയങ്ങളിൽ മൊബൈൽ ടവറുകൾ തകരാറിലായപ്പോഴും ജനങ്ങൾക്ക് മുന്നൊരുക്കവും അറിയിപ്പും ലഭിക്കാനിടയാക്കിയത് റേഡിയോയിലൂടെയാണ്. ദൂരദർശന്റെ ഭൂതല സംപ്രേഷണങ്ങൾ അവസാനിച്ചപ്പോഴും റേഡിയോ നിലയങ്ങൾ അടച്ചുപൂട്ടിയില്ല. പ്രധാനമന്ത്രി കി ബാത്ത് റേഡിയോയിലൂടെ ആക്കിയത് ഇതിന്റെ പ്രാധാന്യം കൊണ്ടാണ്. കാഴ്ച പരിമിതർക്കും ഹിന്ദി ഉൾപ്പെടെ ഭാഷാ പ്രാവീണ്യം നേടാൻ ആഗ്രഹിക്കുന്നവർക്കും റേഡിയോ ആശ്വാസവും അനുഗ്രഹവുമാണ്. ജില്ലയുടെ സാഹിത്യ, സാംസ്കാരിക, കാർഷിക സ്ഥിതികൾ പരിഗണിച്ച് റേഡിയോ നിലയം ആവശ്യമാണ്. റേഡിയോ നിലയം നേടിയെടുക്കാനായി ജനുവരി 18-ന് പാലക്കാട് KSTA ഹാളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും മുരളീധരൻ V. പറഞ്ഞു. കൊച്ചിയിലാണ് നമുക്ക് ആദ്യമായിട്ട് കേരളത്തിൽ FM സ്റ്റേഷൻ വരുന്നത്. അത് പടിപ്പടിയായി അതിൻ്റെ ശക്തി കൂട്ടി 10 കിലോവാട്ട് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം കണ്ണൂർ വന്നു, അതുപോലെ തിരുവനന്തപുരത്ത് വന്നു, കോഴിക്കോട് FM സ്റ്റേഷൻ വന്നു. അതിന് പുറമെ പല സ്ഥലങ്ങളിൽ റിലേ സ്റ്റേഷനുകൾ വന്നു. ഇത് കിട്ടാത്ത സ്ഥലത്ത് 100 വാട്ടുണ്ട്, മറ്റേത് 10 കിലോ വാട്ടാണ്. നമുക്ക് ഇവിടെ ആലപ്പുഴയുള്ളത് 5 കിലോ വാട്ടിൻ്റെയാണ്. അപ്പോൾ നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ ഇതുപോലെ ജനപ്രതിനിധികൾ അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 100 വാട്ടിൻ്റെ അത്യാവശ്യം ഒരു 30 കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും കിട്ടുന്ന പോലുള്ള പ്രക്ഷേപണങ്ങൾ സ്ഥാപിച്ചു. എന്നാൽ പാലക്കാട് ഏറ്റവും വലിയ ജില്ലകളിൽ രണ്ടാമത്തതാണ്. ഇവിടെ കാർഷിക പ്രാധാന്യമുള്ള ജില്ലയാണ്, ട്രൈബ്സ് ധാരാളമുള്ള ജില്ലയാണ്, പിന്നാക്കം നിൽക്കുന്ന ജില്ലയാണ്. എന്നിട്ട് പോലും ഇവിടെ ഇത്തരം ഒരു റേഡിയോ സ്റ്റേഷൻ വരുന്നതിനുള്ള ഒരു നീക്കം ഉണ്ടായില്ല. ഈ കേരളത്തിന്റെ സാംസ്കാരിക സാഹിത്യ മുഖ്യധാരയിലേക്ക് ആകാശവാണി നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. കാഴ്ച പരിമിത സംഘടനാ ഭാരവാഹികളായ ചന്ദ്രമോഹൻ, MK ഷെരീഫ്, KRLA ഭാരവാഹികളായ അശോക് കുമാർ, K. രാജേന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പിയിൽ നിന്നും പട്ടാപകൽ മോഷ്ടിച്ച പോത്തിനെ വാണിയംകുളത്തെ കന്നുകാലി ചന്തയിലെത്തിച്ച് വിൽക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. കച്ചവടക്കാർ തന്നെയാണ് പ്രതിയെ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. കുന്നംകുളം സ്വദേശി 23 വയസ്സുള്ള റഹനാസാണ് പിടിയിലായത്. പട്ടാമ്പിയിൽ നിന്ന് പട്ടാപ്പകൽ മോഷ്ടിച്ച പോത്തിനെ വാണിയംകുളത്തെ കന്നുകാലി ചന്തയിലെത്തിച്ച് വിൽക്കാൻ ശ്രമം നടത്തിയയാളെയാണ് കച്ചവടക്കാർ കയ്യോടെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. പട്ടാമ്പി നമ്പ്രം സ്വദേശിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച പോത്തിനെയാണ് വാണിയംകുളം ചന്തയിലെത്തിച്ച് വിൽക്കാൻ ശ്രമം നടത്തിയത്.
പോത്തിനെ വീട്ടിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ട് പട്ടാമ്പി നമ്പ്രം സ്വദേശി അഷറഫിൻ്റെ വീട്ടിൽ കെട്ടിയിരുന്ന പോത്തിനെ പ്രതി കുന്നംകുളം സ്വദേശിയായ 23 വയസ്സുള്ള റഹനാസ് പിക്കപ്പ് വാനിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. നേരെ വിൽക്കാനായി വാണിയംകുളത്തെ കാലിച്ചന്തയിൽ എത്തിച്ചു. ഓരോ കച്ചവടക്കാരോടും ഓരോ വില പറഞ്ഞപ്പോൾ കച്ചവടക്കാർക്ക് സംശയം തോന്നി. ഈ സമയത്താണ് ഓൾ കേരള കാറ്റിൽ മർച്ചൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പട്ടാമ്പി ഭാഗത്തു നിന്നും ഒരു പോത്തിനെ ആരോ മോഷ്ടിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചത്. കച്ചവടക്കാർ പോത്തുമായി വന്നയാളെ കയ്യോടെ പിടികൂടുകയായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് നമ്പ്രം ഭാഗത്തു നിന്ന് മോഷ്ടിക്കപ്പെട്ട പോത്ത് തന്നെയാണ് വാണിയംകുളം ചന്തയിൽ എത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമായത്. കച്ചവടക്കാരും അസോസിയേഷൻ ഭാരവാഹികളും ചേർന്ന് പിടികൂടിയ മോഷ്ടാവിനെയും പോത്തിനെയും പട്ടാമ്പി പോലീസിന് കൈമാറി. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. വാണിയംകുളം കാലിച്ചന്തയിൽ നിന്നും പെരുമ്പിലാവ് കുഴൽമന്ദം ഉൾപ്പെടുന്ന പല കാലിച്ചന്തകളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കാലികൾ മോഷണം പോയിരുന്നു. ഈ മോഷണങ്ങളിലും പ്രതിക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പോത്തിൻ്റെ ഉടമയായ അഷറഫിൻ്റെ പരാതിയിൽ കേസെടുത്ത പട്ടാമ്പി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ടാലൻറ്റ് ഫുട്ബോൾ അക്കാദമിയും പ്രൗഢ ലേഡീസ് ചാമ്പറും പാലക്കാട് മേഴ്സി കോളേജിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അഖില കേരള ഇൻ്റർ കോളേജിയറ്റ് വനിതാ ഫുട്ബോൾ ടൂർണമെൻറ്റ് പാലക്കാട്ട് നടക്കും. ജനുവരി 24-25 തീയതികളിലായി മേഴ്സി കോളേജിലാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രമുഖ 6 വനിതാ ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ ട്രോഫിക്ക് പുറമെ വിജയിക്കുന്ന ടീമിന് 10,000 രൂപ ക്യാഷ് അവാർഡും ടീം അംഗങ്ങൾക്ക് വ്യക്തിഗത പാരിതോഷികവും നൽകും. ലീഗ് അടിസ്ഥാനത്തിൽ മത്സരിച്ച് ഫൈനലിലെത്തുന്ന ടീമുകൾ ഞായറാഴ്ച വൈകുന്നേരം കലാശ പോരാട്ടത്തിൽ മാറ്റുരയ്ക്കും. ദിവസേന രാവിലെയും വൈകിട്ടുമായി 4 മത്സരങ്ങളുണ്ടായിരിക്കും. വനിതകളുടെ ഫുട്ബോൾ പരിപോഷിപ്പിക്കാനും സ്ത്രീകളിൽ സജീവമായ ജീവിതശൈലി എത്തിക്കാനും വനിതാ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും ഉദ്ദേശിച്ചാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫുട്ബോളിന്റെ ബാലപാഠം പഠിക്കുകയും അതേപോലെ തന്നെ സ്റ്റേറ്റും നാഷണൽ ലെവലിലും ഒക്കെ ഒരുപിടി കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ ഗേൾസിലായിരുന്നു കൂടുതൽ അത് സ്ത്രീ ശാക്തീകരണം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു കോച്ച് എന്ന നിലയിൽ ഞങ്ങളുടെ അക്കാഡമിയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് റിസൾട്ട് ഉണ്ടായിരിക്കുന്നത് ഗേൾസ് ലെവലിലാണ്. അപ്പൊ അതിൽ നമ്മൾ അക്കാഡമിയുടെ കൂടെ വളർന്നു വന്ന 11ഓളം കുട്ടികൾ ഇന്ന് മേഴ്സി കോളേജിന്റെ ടീമിൽ കുപ്പായണിയുണ്ട്. കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 3ാം സ്ഥാനം നേടുന്നു. അപ്പൊ അവർക്ക് അതായത് സീനിയർ ഗേൾസ് ലെവലില് ഇന്ന് കേരളത്തിലെ ടൂർണമെന്റുകൾ വളരെ കുറവാണ്. അപ്പൊ അവർക്ക് മത്സര പരിചയം ഉണ്ടാക്കാനും ഇതിനു വേണ്ടിയിട്ടാണ് ഇന്റർ കോളേജ് കൂടാതെ വേറൊരു ടൂർണമെന്റ് വർഷത്തിലൊരിക്കലൊരു വിമൻസ് ലീഗ് ഉണ്ട്. അത് എല്ലാ കോളേജ് പിള്ളേർക്കും കഴിക്കാൻ പറ്റില്ല, പ്രൊഫഷണൽ ആയിട്ടുള്ള പെൺകുട്ടികൾ കളിക്കുന്നതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 4ാം സ്ഥാനം വരെ നേടിയ ടീമുകളും പ്രത്യേകിച്ച് സെന്റ് ജോസഫ്സ് ദേവഗിരി, അതേപോലെ തന്നെ സെന്റ് ജോസഫ്സ് ഇരിങ്ങാലക്കുട, നമ്മുടെ മേഴ്സി കോളേജ്, അതുപോലെ ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ 1ാം സ്ഥാനക്കാരമായിട്ടുള്ള SH തേവര, അതേപോലെ തന്നെ മർത്തോമാർ തിരുവല്ല തുടങ്ങിയ പ്രമുഖ ടീമുകൾ അണിനിരക്കുന്ന ഒരു ടൂർണമെന്റ് ആണത്. അതിനകത്ത് നമ്മൾ ലീഗ് അടിസ്ഥാനത്തിൽ അപ്പൊ അവർക്ക് കൂടുതൽ ദൂരെ നിന്ന് വരുമ്പോൾ മിനിമം 2 മത്സരമെങ്കിലും കിട്ടും. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ ഫത്തിൻ KS, പ്രൗഡ് ലേഡീസ് ചേംബർ സപ്പോർട്ട് ലീഡർ ഡോക്ടർ ശ്രീലക്ഷ്മി പ്രദീപ്, ടാലൻറ്റ്സ് ഫുട്ബോൾ അക്കാദമി ഭാരവാഹികളായ PK രാജീവ്, CC പയസ്, നിഖിൽ കൊടിയത്തൂർ, മേഴ്സി കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് മേധാവി ഡോക്ടർ ശ്രീജിത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ മൂത്താൻ സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്ന് മൂത്താൻ സർവീസ് സൊസൈറ്റി. MSS രജത ജൂബിലി ആഘോഷം ജനുവരി 16-ന് മൂത്താൻ തറയിൽ നടക്കുമെന്ന് സൊസൈറ്റി പ്രസിഡന്റ് SR ബാലസുബ്രഹ്മണ്യൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമുദായ അംഗങ്ങളുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച സംഘടനയാണ് MSS. ജനനം മുതൽ മരണം വരെ സഹായം നൽകുന്നുണ്ട്. മുന്നോക്ക വിഭാഗക്കാർക്കുള്ള 10% സംവരണം സർക്കാരിൽ നിന്ന് നേടാനായത് സംഘടനയുടെ ശ്രമഫലമായാണ്. വിവിധ ജില്ലകളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന സമുദായാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി MSS വിപുലീകരിക്കും. സമുദായാംഗങ്ങൾക്കിടയിൽ നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ക്ഷേമപ്രവർത്തനവും സഹായവും ലഭ്യമാക്കുമെന്നും SR ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു. ഉറപ്പായുള്ള ധനസഹായം തുടങ്ങി സമുദായത്തിന് മൊത്തമായിട്ട് ഇന്നേവരെ കിട്ടാത്ത ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് നേടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനവും നടക്കുന്നു. ആ പ്രവർത്തനത്തിന്റെ
ഫലം എന്ന നിലയ്ക്ക് മുന്നോക്കക്കാരിൽ പിന്നോക്കമായി നിൽക്കുന്ന സമുദായങ്ങൾക്ക് വേണ്ടിയുള്ള 10% സംവരണം നേടിയെടുക്കാൻ MSSന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സമുദായത്തിലെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിപുലമായിട്ടുള്ള സർവേ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു സമഗ്രമായിട്ടുള്ള സാമുദായിക വികസനം ലക്ഷ്യമാക്കി കേരളത്തിലെ ശക്തമായിട്ടുള്ള ഒരു സമുദായമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് യൂത്ത് ആൻഡ് സർവീസ് സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി എസ് സുരേന്ദ്രനാഥ്, കൺവീനർ ജി സുബ്രഹ്മണ്യൻ, എൽ കുമാരൻ, AJ സുനിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാതയോരത്തെ ദ്രവിച്ച തെങ്ങ് വാഹനയാത്രക്കാർക്കും ബസ് കാത്തിരിപ്പുകാർക്കും ഭീഷണിയാകുന്നു. പത്തിരിപ്പാല കോങ്ങാട് പാതയിൽ നഗരിപ്പുറം പേട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനടുത്താണ് ദ്രവിച്ചു വീഴാറായ തെങ്ങ് നിൽക്കുന്നത്. തെങ്ങ് മുറിച്ചു മാറ്റണമെന്ന് പഞ്ചായത്ത് അംഗം അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. പത്തിരിപ്പാല കോങ്ങാട് റോഡിലെ നഗരിപ്പുറം പേട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനടുത്താണ് ദ്രവിച്ചു വീഴാറായ തെങ്ങ് നിൽക്കുന്നത്. ശക്തമായ കാറ്റടിച്ചാൽ തെങ്ങ് വീണ് അപകട സാധ്യത ഇരട്ടിയാകും. വൈദ്യുതി ലൈനിലൂടെ വീണാൽ വലിയ ദുരന്തമാകും. കാലപ്പഴക്കം ചെന്ന് തെങ്ങ് വെട്ടിമാറ്റണമെന്ന ആവശ്യം പലതവണ വാർത്തകളിലൂടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇവ നോക്കാൻ പോലും ആർക്കും സമയമില്ലാത്ത അവസ്ഥയാണെന്നും ആക്ഷേപമുണ്ട്. തെങ്ങിൻ്റെ അടിഭാഗം മുതൽ മുകൾ ഭാഗം വരെ ചിതലരിച്ച് വിണ്ടുകീറി നിൽക്കുന്നുണ്ട്. ഇതിനു താഴെ നിരവധി പേർ ബസ് കാത്തുനിൽക്കുന്ന സ്ഥലമാണ്. ഹൈടെക് വൈദ്യുതി ലൈനും താഴെ കടന്നു പോകുന്നുണ്ട്. അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് വാർഡംഗം VM അൻവർ സാദിഖ് പൊതുമരാമത്ത് വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. പുളിക്കപ്പറമ്പിലും കല്ലപ്പറമ്പിലും 1-ാം മൈലും ഉള്ള നിരവധി ആളുകൾ ബസ് കാത്തു നിൽക്കുന്നൊരു പ്രദേശമാണ് ഈ പേട്ട സ്റ്റോപ്പ്. ഈ പേട്ട സ്റ്റോപ്പിൽ വളരെ അപകടകരമായ നിലയിൽ നിൽക്കുന്ന ഒരു തെങ്ങ് അടിയെല്ലാം ചെതല് പിടിച്ച് വളരെയധികം അപകടം ആകുന്ന രീതിയിലാണ് ഇത് നിൽക്കുന്നത്. ഇത് പൊട്ടി വീഴുകയാണെങ്കിൽ KSEBയുടെ പ്രധാന ലൈന് പോകുന്നുണ്ട്. അതുപോലെ നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണ്, PWD റോഡാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇതൊരു നടപടിയുണ്ടാക്കി ഇത് വെട്ടിമാറ്റി ജനങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ഈ തെങ്ങ് മുറിച്ചു മാറ്റണമെന്നാണ് നമുക്ക് അധികാരികളോട് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ ഒറ്റപ്പാലം പേൾ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി എഫാത്ത എന്ന പേരിൽ ഒരു സുവനീർ പുറത്തിറക്കി. സോവനീർ പ്രകാശനം 18-ന് കണ്ണിയമ്പുറത്ത് K. പ്രേംകുമാർ MLA നിർവഹിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 18-ന് രാവിലെ 10:30-ന് കണ്ണിയമ്പുറം സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് പ്രകാശന ചടങ്ങ്. ആദ്യപ്രതി ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ തോമസ് ജോൺ തടത്തിലിന് നൽകി K. പ്രേംകുമാർ MLA എഫാത്ത സുവനീർ പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലം ഇൻഫന്റ് ജീസസ് ചർച്ച് വികാരി റവറൻ ഫാദർ ജോസ് കല്ലുംപുറത്ത് മുഖ്യ സന്ദേശം നൽകും. വിവിധ സഭകളിൽ നിന്നുള്ള വൈദികർ, YMCA ഭാരവാഹികൾ, വിവിധ ഇടവക അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. ഒറ്റപ്പാലത്ത് YMCA പ്രവർത്തനം ആരംഭിച്ചിട്ട് 30 വർഷമായി. ഒരു ആധികാരിക റഫറൻസ് ഗ്രന്ഥമായാണ് സുവനീർ പുറത്തിറക്കുന്നത്. ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ആരാധനാലയങ്ങൾ, കുടുംബങ്ങൾ, വായനശാലകൾ, സ്കൂൾ, ലൈബ്രറികൾ, YMCAയുടെ ജില്ലാ സംസ്ഥാന ഘടകങ്ങൾ എന്നിവിടങ്ങളിലാണ് സുവനീർ പ്രധാനമായും എത്തിക്കുക. 2000 കോപ്പികളാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഒറ്റപ്പാലം യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ ഒറ്റപ്പാലം പേൾ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി എഫാത്ത എന്ന പേരിൽ ഒരു സുവനീർ പുറത്തിറക്കുകയാണ്. 2026 ജനുവരി 18-ന് ഞായർ രാവിലെ 10:30-ന് കണ്ണിയമ്പുറം സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ, ആദ്യ പ്രതി ഓർത്തഡോക്സ് പള്ളിയിലെ വികാരി ഫാദർ തോമസ് ജോൺ തടത്തിന് നൽകിക്കൊണ്ട് വിതരണ ഉദ്ഘാടനം നിർവഹിക്കും. ഒറ്റപ്പാലം ഇൻഫന്റ് ജീസസ് ചർച്ചിലെ വികാരി ഫാദർ ജോസ് കല്ലുംപുറത്ത് മുഖ്യ സന്ദേശം നൽകും. പുസ്തക ചടങ്ങിൽ വിവിധ സഭകളിൽ നിന്നുള്ള വൈദിക ശ്രേഷ്ഠർ, YMCA ഭാരവാഹികൾ, വിവിധ ഇടവക അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും. 1844 ഇംഗ്ലണ്ടിൽ ആരംഭിച്ച് ലോകത്തെമ്പാടുമായി വ്യാപിച്ചു കിടക്കുന്ന ക്രൈസ്തവ യുവജന പ്രസ്ഥാനമായ YMCA ഒറ്റപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ച് 30 വർഷമായെങ്കിലും നാളിതുവരെ വേണ്ടത്ര പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ചെന്നിട്ടില്ലെന്നൊരു വസ്തുതയാണ്. സുവനീർ കമ്മിറ്റി ചെയർമാൻ മനോജ് സ്റ്റീഫൻ, ജനറൽ കൺവീനർ ആൻസൺ വല്യാറ, YMCA പ്രസിഡന്റ് AJ മാത്യു, സെക്രട്ടറി CP മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ മണ്ണൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നഗരിപ്പുറം ബാങ്ക് ഹാളിൽ നടന്നു. മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾക്ക് തരികയും വേണം. നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് ഞങ്ങൾക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും. അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ച നമ്മുടെ KSSPA യൂണിയൻ മണ്ണൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നഗരിപ്പുറം ബാങ്ക് ഹാളിലാണ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികളെയും പൊന്നാട അണിച്ച് ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PN സത്യജിത്ത് അധ്യക്ഷത വഹിച്ചു. TR ഗോകുൽദാസ് അനുശോചന റിപ്പോർട്ട് അവതരിപ്പിച്ചു. K രാധാദേവി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സ്റ്റേറ്റ് കൗൺസിലർ MC വാസുദേവൻ, M കാസിം മാസ്റ്റർ, N രാധാകൃഷ്ണൻ നായർ, NR രവീന്ദ്രൻ, M രവീന്ദ്രൻ, P ദിനകരൻ, MN ശ്രീദേവി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ മറുപടി പ്രസംഗവും നടത്തി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലയിലെ നിലവിലെ 2 നിയമസഭാ സീറ്റുകളിൽ CPI സ്ഥാനാർത്ഥികൾ തന്നെ മത്സരിക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. ഇക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടാൻ തീരുമാനമില്ലെന്നും സുമലത മോഹൻദാസ്. CPIM-ഉം CPI-യും ഒറ്റ മനസ്സോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. CPIയെ സേവ് ചെയ്യാൻ പാർട്ടിക്ക് അറിയാമെന്നും പുറത്തുനിന്നൊരു സേവ് CPIയുടെ ആവശ്യമില്ലെന്നും CPI ജില്ലാ സെക്രട്ടറി. പാലക്കാട് ജില്ലയിൽ UDF ബഹുഭൂരിപക്ഷം അസംബ്ലി സീറ്റുകളും കരസ്ഥമാക്കി ചരിത്ര വിജയത്തിലെത്തുമെന്ന് പാലക്കാട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ A തങ്കപ്പൻ. പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ NFP-യുടെ പ്രതിഷേധ സമരം. സേവന മേഖലകളിൽ ലാഭനഷ്ടങ്ങൾ നോക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ താൽപ്പര്യം കോർപ്പറേറ്റ് വൽക്കരണമാണെന്ന് A പ്രഭാകരൻ MLA. പ്രതിരോധ മേഖലയെയും ആശയവിനിമയ മേഖലയെയും സ്വകാര്യവൽക്കരിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും MLA. പാലക്കാടിൻ്റെ വാർത്താവിശേഷവും സാംസ്കാരിക വൈഭവം ഉൾക്കൊണ്ട് ജില്ലയിൽ ആകാശവാണിയുടെ FM സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന് റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ. രാജ്യത്തെ പുതുതായി 91 FM സ്റ്റേഷനുകൾ അനുവദിച്ചപ്പോഴും 12 വർഷം മുൻപ് അംഗീകാരം ലഭിച്ച പാലക്കാട് FM-ന് അനുമതി നൽകിയില്ലെന്നും KRLA പ്രസിഡന്റ് മുരളീധരൻ B ചേരാമംഗലം. വിനോദത്തിനും വിജ്ഞാനത്തിനും ഇന്നും ഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നത് റേഡിയോ ആണെന്നും മുരളീധരൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.